ആരാണ് മനുഷ്യൻ? നാം എന്തിനു വേണ്ടി ജനിച്ചു? എവിടേക്ക് പോകുന്നു? ഈ ചോദ്യം അനേകരുടെയും മനസ്സിലുണ്ടാകും. നാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുന്നത്? നമ്മുടെ ഒരു സ്നേഹിതനെ നാം കാണുമ്പോൾ, ചിലപ്പോൾ കുശലം അന്വേഷിക്കുമ്പോൾ, എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള മറുപടി നന്നായിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു. പക്ഷേ കുറച്ചും കൂടെ അടുത്ത് ചെന്ന് സ്നേഹത്തോടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്, രോഗപ്രയാസമാണ്, കഷ്ടപ്പാടുകളുണ്ട്, ജോലിയിൽ ബുദ്ധിമുട്ടുണ്ട്, നിന്ന സഹിക്കേണ്ടി വരുന്നുണ്ട്. ബൈബിളിൽ 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ജ്ഞാനമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്നാണ്. എന്തുകൊണ്ടാണ് നാളുകളെ എണ്ണേണ്ടി വരുന്നത്? നമ്മുടെ ആത്മാവിനാണ് ഏറ്റവും വിലയുള്ളത്. ആ അധ്യായത്തിൽ തന്നെ പറയുന്നത്, മർത്യനെ അവൻ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പുറമേയുള്ള ഈ കാണുന്നതൊക്കെ ഈ പൊടിയിലേക്ക് ചേരും. ആത്മാവാണ് എന്നേക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആത്മാവാണ്. അപ്പോൾ ആത്മാവിന് പ്രയോജനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മുടെ നാളുകളെ എണ്ണുവാൻ നമുക്ക് കഴിയണം. ബൈബിളിൽ ദൈവം പറയുന്നത്, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു, എൻഗ്രേവ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം കർത്താവിന് നമ്മളുമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധമാണുള്ളത്. അപ്പോൾ നമ്മുടെ നിലനിൽക്കുന്ന ആത്മാവിന് വേണ്ടി പ്രയോജനമുള്ള കാര്യങ്ങളെ ചെയ്ത് നാം കർത്താവിൻ്റെ മുൻപിൽ എപ്പോഴും നിലനിൽക്കുവാൻ, അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നാളുകളെ എണ്ണേണ്ടത്. അവിടെയാണ് ഞാൻ എന്ന വ്യക്തി നമ്മൾ എവിടേക്ക് പോകുന്നു, എന്ത് ചെയ്യുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്നു, അതിന് പ്രയോജനമായിട്ടുള്ള കാര്യങ്ങൾ, നിത്യതയിലേക്ക് പ്രയോജനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സന്തോഷപൂർണ്ണമായിട്ട്, ഉദ്ദേശപൂർണ്ണമായിട്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയും.